കൂട്ടുകാരെ എല്ലാവരും പറഞ്ഞിരുന്നു വീടിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഞാനത് ഇപ്പോൾ ഇടാം കേട്ടോ. കുറേ ദിവസമായി വിചാരിക്കുന്നു, അപ്പോൾ അവസരം ലഭിച്ചില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് കുറേ വീടുകൾ. ഇത് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. എന്താണ് എൻ്റെ കൊച്ചു വീട്, പ്ലാസ്റ്റിക് കെട്ടിയതാണ്. മഴ ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇങ്ങനെ വെള്ളം തെറിക്കുന്നതിന് ഇതാണ് വീട്. ഞങ്ങൾ തുണികളൊക്കെ വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയതാണ്. മോൻ്റെ വണ്ടിയുണ്ട്, അതുപോലെ മോൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയുണ്ട് കേട്ടോ. ഇതാണ് മോൻ്റെ വണ്ടി, ഇത് കൂട്ടുകാരൻ്റെ വണ്ടി. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ കൊച്ചു വീട്. ഉണ്ടോ, ഇതെൻ്റെ അമ്മയുടെ ഫോട്ടോ ആണ്. ഇതെനിക്ക് ഷഹല തന്നിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ്. യൂട്യൂബേഴ്സ് ഫ്രണ്ടായിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു സമ്മാനമാണത് യൂട്യൂബിൽ നിന്ന്. TV പൊടി വരുന്നതിന് മൂടി വെച്ചിട്ടുള്ളതാണ്. ഇതാണ് മോളുടെ മുറി. ഈ വീട് ഇങ്ങനെ ആകാൻ വേണ്ടി എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഇതാണ് മോളുടെ മുറി. അവളുടെ ടെഡി ബിയറാണ് ഇട്ടത്. ഇത് മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയൊരു ഫോട്ടോയാണ്. ഹാളിൽ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നത് കിച്ചണിലേക്കാണ്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. പിന്നെ പുറത്തേക്കൊരു ഇതുണ്ട്, അവിടെ ഞങ്ങൾ വെറുതെ തീയൊക്കെ കത്തി. ഇതാണ് കുഞ്ഞ് ഹോളാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മുറി. ഇത് പിന്നെ ഓൺലൈനിൽ വരുത്തിച്ച ഡ്രസ്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ വരുത്തിച്ചാണ്. ഇത് നമുക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ സിബിട്ട് അടയ്ക്കാം, രണ്ട് സൈഡും. പിന്നെ ഇത് വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഏരിയയാണ്. വെള്ളമൊക്കെ ഇവിടെ ഞങ്ങൾ പിടിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് മോൻ്റെ റൂം കാണാം. ഇതാണ് മോൻ്റെ റൂം കേട്ടോ. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു കുഞ്ഞു കാറുകളില്ലേ, അതൊക്കെ ഇങ്ങനെ വാങ്ങുക, അതിങ്ങനെ ഷോക്കേസിൽ വയ്ക്കുക. അത് അവൻ്റെ ഒരു ഹോബി തന്നെയാണ്. ഒരുപാട് കാറുകളുണ്ട്. എല്ലാവരും അവന് ഗിഫ്റ്റായി കൊടുക്കുന്നതും ഈ കാറുകൾ തന്നെയാണ്. ഇതൊക്കെ അവൻ്റെ റൂമാണിത്. അവൻ പറയുന്നുണ്ട് ഇടയ്ക്ക്, എന്നെ കാണിക്കല്ലമ്മ എന്ന് പറയും. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയാണിത്. ഈ ഡിസൈൻ വരച്ചതും ഇവിടെ പെയിൻറ്റ് ചെയ്തതും മൊത്തം അവൻ തന്നെയാണ്. രണ്ടാമതും പെയിൻറ്റ് ചെയ്യാൻ പിന്നെ മഴയെ കൊണ്ട് ആ സൈഡിൽ നിന്നുള്ള വെള്ളം കൊണ്ട് ചുമരൊക്കെ നനവ് തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ ആ സൈഡിൽ നിന്ന് കിടത്താണ്. എൻ്റെ കൊച്ചു വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടിച്ചെന്നില്ലേ. ഇതായിരുന്നു, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ വീടുണ്ടായിരുന്നത്. വീട് വെറുതെ ഒന്ന് കെട്ടിവെച്ച് നിലം പരിക്കനിട്ട് വെച്ചൊരു വീടായിരുന്നു. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ക്യാഷ് ഇറക്കി ഓരോരുത്തർ ഓരോ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് എൻ്റെ വീട് ഈ നിലയിലാക്കി തന്നത് എൻ്റെ ഫേസ്ബുക്കിലുള്ള ഒരുപാട് കൂട്ടുകാരാണ്. നല്ല നല്ല കൂട്ടുകാരാണ്. എൻ്റെ കുഞ്ഞനിയന്മാരും ചേച്ചിമാരും ഏട്ടന്മാരും എല്ലാവരും കൂടിയിട്ടാണ് എനിക്കൊരു വീട് ഇങ്ങനെ ആക്കി തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്താണെന്ന് പറയാൻ, അവരോടൊന്നൊക്കെ എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സ്വപ്നം കണ്ട പോലെ ഒരു കൊച്ചു വീട് എനിക്ക് കിട്ടി. അതിൽ ഞാൻ ഏറെ തൃപ്തയാണ്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. ബൈ ബൈ.